മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വർഷയാണെങ്കില് അവളുടെ വീട്ടിൽ നിൽക്കാണല്ലോ. ഈ ഒരു സമയത്ത് മധുസൂദനൻ അതായത് നമ്മുടെ വർഷയുടെ അച്ഛനാണെങ്കില് അയാളുടെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് താനാണ് ഇതെല്ലാം ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ അയാളെ വിളിച്ചറിയിക്കുന്നെല്ലാം വർഷ കേൾക്കുന്നുണ്ട്. അങ്ങനെ സത്യങ്ങളെല്ലാം വർഷ തിരിച്ചറിയാണ്. വർഷയോട് വന്നിട്ട് അമ്മയച്ഛനും കുറെ കാലം പിടിച്ച് പറയുന്നുണ്ടെങ്കിലും അവളൊന്നും അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. വർഷ പറയുന്നുണ്ട്, ആ പാവം പെണ്ണിനെ എല്ലാവരും മുമ്പിൽ വെച്ച് നിങ്ങൾ നാണം കെടുത്തിയില്ലേ, ഒരു കള്ളിയാക്കിയില്ലേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അവരാണ് ആ ചടങ്ങിൽ വെച്ച് എന്നോട് അങ്ങനെ കാണിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ക്ഷമിക്കാനാവുമായിരുന്നോ? അപ്പോഴത്തെ എന്റെ മാനസികാവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. എനിക്ക് വേണ്ടി എന്തൊക്കെയാണെങ്കിലും എന്റെ ശ്രീകാന്ത് ആരെയെങ്കിലും അടിച്ച് ശരിയാക്കിയേനെ. അത് തന്നെ സച്ചിയേട്ടന് ചെയ്തുള്ളൂ. സച്ചിയുടെ രേവതിയർച്ചി ചെയ്തതില് എനിക്ക് യാതൊരു തെറ്റും തോന്നുന്നില്ല. നിങ്ങളന്നങ്ങനെ കള്ളത്തിലൊക്കെ ഉണ്ടാക്കി പറഞ്ഞ് ആ പാവത്തിനെ എന്തുമാത്രം നാണം കെടുത്തി. ശരിയാ, രേവതി ചേച്ചിക്ക് കാശും പണമൊന്നും ഇല്ലായിരിക്കും, പക്ഷെ ഇപ്പോഴും അവര് അധ്വാനിച്ച് തന്നെ ജീവിക്കുന്നത്. ഒരു പൂക്കട നടത്തി അതിൽ കിട്ടുന്ന വരുമാനം കൊണ്ട് അവർ സന്തോഷമായിട്ട് ജീവിക്കാറുണ്ട്. അവരുടെ വീട്ടുകാരും അങ്ങനെ തന്നെയാ. പക്ഷെങ്കില് നിങ്ങളെ കാണിച്ച ചതി വല്ലാത്തൊരു ചതിയായിപ്പോയെന്ന് അവള് പറയുന്നുണ്ട്. അച്ഛനമ്മി പറയുന്നുണ്ട്, വർഷമോളെ അത് പിന്നെ മോളെ ഞങ്ങൾക്ക് കിട്ടാൻ വേണ്ടി മോൾ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി ഞങ്ങൾ ചെയ്തതാ. എന്ന് വെച്ച് ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ഞാൻ തിരികെ വരാൻ വേണ്ടി ഒരു പാവത്തിനെ കരിവാക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ആ സച്ചേരനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ മേലായിട്ടാ. കിട്ടിയതല്ലൊക്കെ അച്ഛനെ കിട്ടിയെങ്കിലേ കണക്കായി പോയി. ഇപ്പൊ ഞാൻ അതിനൊന്നും ഒരു പരാതി പറയുന്നില്ല. അങ്ങനെ തന്നെ വേണം. അച്ഛനെ കാണിച്ച നെറുകെടുമേ അത് തന്നെയാണ് ശിക്ഷ എന്നും പറഞ്ഞിട്ട് അവളോട് ദേഷ്യപ്പെട്ട് ബാഗൊക്കെ ആയിട്ട് ഇറങ്ങി പോന്നുണ്ട്. മഹിമ വിളിക്കുന്നുണ്ട്, മോളെ നിക്ക് മോളെ, അമ്മയുടെ അച്ഛനും ഒന്ന് ക്ഷമിക്കും മോളെ, ഞങ്ങളെ മോക്ക് വേണ്ടിട്ടല്ലേ ഞങ്ങൾ ഇതൊക്കെ ചെയ്തത്. നീ ഞങ്ങൾ ഒറ്റ മോളല്ലേ, നീ ഇല്ലെങ്കില് ഞങ്ങളുടെ ജീവൻ ഇരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അവളെ കിടന്ന് ആളുകൾ വിളിക്കുന്നുണ്ട്. ഇന്ന് കേട്ട മാവുമ്പോൾ നടിക്കാതെ വർഷ അവിടുന്ന് ബാഗൊക്കെ ആയിട്ട് നേരെ തറവാട്ടിലേക്ക് പോകുന്നുണ്ട്. അവിടെ വന്ന് കേരള വർഷയെ കണ്ട് ഞെട്ടു നിൽക്കാണ് സച്ചിയും രേവതിയും അച്ഛനും ഒക്കെ. അവർ പരസ്പരം ഓർക്കുന്നുണ്ട്, ഇതെന്ത് പറ്റി ഇവിടെ ഇങ്ങോട്ടേക്ക് വരാണെന്ന്. രേവതി പറയാണ്, സച്ചിയേട്ടാ അമ്മ വിളിച്ചിട്ടായിരിക്കും അവൾ വന്നത്. ദയവ് ചെയ്ത് സച്ചിയേട്ടന്റെ വായിൽ നിന്നും ഒന്നും വീഴാൻ പാടില്ല, നമ്മളെ കാരണം ഇവിടൊന്നും ഉണ്ടാവാനും പാടില്ല എന്ന് പറയുന്ന സച്ചി പറയാണ്, ഇല്ല ഞാനായിട്ട് ആരെ ഒന്നും പറയാൻ നിൽക്കുന്നില്ല, എനിക്കതിന്റെ ആവശ്യമില്ല. പക്ഷെ നിന്നെ എന്തെങ്കിലും പറഞ്ഞാ ഞാൻ പ്രതികരിക്കും, അതിന് ആരാണെങ്കിലും ഞാൻ പ്രതികരിക്കും എന്ന് സച്ചി പറയുന്നുണ്ട്. രേവതിയാണെങ്കിൽ സച്ചിയെ കൺട്രോൾ ചെയ്ത് നിർത്താണ്. ഈ സമയത്ത് ചന്ദ്ര ഓടിച്ചെന്ന്, ആഹാ എന്റെ മോള് വന്നോ, എനിക്കറിയാം അമ്മയെ കാണാതിരിക്കാൻ എന്റെ മോക്ക് പറ്റില്ലെന്ന്, അതുകൊണ്ടല്ലേ എന്റെ മോൾ ഇങ്ങോട്ടേക്ക് കയറി വന്നേ. എന്തായാലും എല്ലാവരെയും അഹങ്കാരമൊക്കെ ഒന്ന് ഒതുങ്ങി. ഇവിടെ എന്ത് അഹങ്കാരമായിരുന്നു എല്ലാവർക്കും, അതൊക്കെ പൊടിക്കാൻ ഒതുങ്ങിയിട്ടുണ്ട് എന്നൊക്കെ ചന്ദ്ര പറയുമ്പം ഈ അമ്മേനെ ഞാനെന്ന് എന്ന് സച്ചി പറയുമ്പം രേവതി പറയാണ്, വേണ്ട ഒന്നും മിണ്ടാതിരിക്കുക, ഇപ്പം അവള് വന്ന് കേറുവല്ലേ ഉള്ളൂ, പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട, അവള് വായൊക്കെയാ വന്നിരിക്കുന്നേ. ഇവിടെ തന്നെ ശ്രീകാന്തിനോട് ജീവിക്കാനായിരിക്കും, അത് നല്ല കാര്യമല്ലേ. അതുകൊണ്ട് നിങ്ങളായിട്ട് ഇനിയൊന്നും അലമുണ്ടാക്കരുത്, വെറുതെ നിങ്ങളായിട്ട് ഇനി ഒരു വഴക്കും വേണ്ട. ശ്രീകാന്ത് അല്ലെങ്കിൽ തന്നെ നിങ്ങൾ കാണുന്ന പോലും അവനിപ്പോ ദേഷ്യ, അവന്റെ അമ്മായിപ്പനല്ലേ നിങ്ങൾ അടിച്ചത്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളായിട്ട് ഇനി ഒരു ഭാഗത്തൊന്നും ഒരു തെറ്റും ഉണ്ടാവാൻ പാടില്ല എന്ന് രേവതി പറയുമ്പോ സച്ചിയും ഉണ്ടാകാൻ നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതിയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ശ്രുതി മനസ്സിലാക്കാണ്, എന്ത് പറ്റി ഇവള് പെട്ടെന്ന് പോരാൻ. ഞാനൊക്കെ ആണെങ്കിലോ കോടീശ്വരാന്ന് കള്ളം പറഞ്ഞു വന്നതാ, പക്ഷെ ശരിക്കുള്ള കോടീശ്വരി ഇവളാ. എന്റെ എങ്ങാണ് യഥാർത്ഥ സംഭവങ്ങളും എല്ലാം എന്റെ അമ്മായി പറഞ്ഞ പിന്നെ രേവതിയുടെ വിലയെ എനിക്കിവിടെ കാണുള്ളൂ, പിന്നെ വിലയുണ്ടാകുമ്പോന്ന് ദൈവക്കായിരിക്കും. ശരി, ഇവിടെ ഇങ്ങോട്ടേക്ക് തീരെ വരണ്ടായിരുന്നു എന്ന് ശ്രുതി ഓർക്കുന്നുണ്ട്. അങ്ങനെ ശ്രീകാന്ത് അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ആഹാ നീ ഇങ്ങോട്ടേക്ക് വന്നോ? അല്ല ഞാൻ അങ്ങോട്ടേക്ക് വരാൻ തുടങ്ങായിരുന്നു. നീ എന്താ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നത്? ഒന്നുമില്ല ശ്രീകാന്തേ, നീ എന്നെ കാണാനാണോ നീ ഇങ്ങോട്ടേക്ക് വന്നത്? അതുകൊണ്ടൊന്നും അല്ല, ഇനി ഇവിടെ താമസിക്കുന്നതിനാണ് എന്റെ തീരുമാനം. അതെന്താ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞത്? നീയല്ലേ പറഞ്ഞത് സച്ചിനുള്ള വീട്ടിൽ താമസിക്കില്ല, അച്ഛനോട് താമസിക്കണമെന്നൊക്കെ. എന്നിട്ടിപ്പോ അത് പിന്നെ എല്ലാം എന്റെ തെറ്റാണ് എനിക്ക് മനസ്സിലായി. ചന്ദ്രലേക്കാണ്, എന്താ മോളെ മോൾ എന്തൊക്കെയായി പറയുന്നേ? മോളുടെ തെറ്റോ? എന്റെ മോൾ എന്ത് തെറ്റോ ചെയ്തത്? ഇവിടെ കുറെ റൗഡികളുണ്ട്, അവനല്ലേ എന്റെ മോളുടെ അച്ഛനെ തല്ലിയതൊക്കെ. അത് ഓർക്കാൻ കൂടി വയ്യ. ആദ്യം ഇറക്കിടേണ്ടത് അവനെയാ. എന്ത് ചെയ്യാനാ? ഇറങ്ങിപ്പോകാൻ പറഞ്ഞാൽ പോവില്ലല്ലോ, ഉടൻ തന്നെ പുറകെ പോവാൻ നിൽക്കിയല്ലേ ഇവിടെ കുറെ പേര്. അവനെ ഇവിടുന്ന് പോവാനും സമ്മതിക്കില്ല, ഇറക്കി വിടത്തുമില്ല. എന്ത് ചെയ്യാനാ മോളെ? എന്റെ മോൾക്ക് ഇവിടെ സന്തോഷത്തോടെ ജീവിക്കാനുള്ള അവസരം ഈ അമ്മയ്ക്ക് ഉണ്ടാക്കി തരാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര അവിടുന്ന് കരഞ്ഞു മേകുമ്പം നേരെ
രേവതിയും സച്ചിയോടാണെങ്കിൽ വാ നമുക്ക് അകത്തേക്ക് കയറിപ്പോവാം, ഇവിടെ നിന്നാലേ അമ്മയുടെ കുത്തുവർത്താനം കേട്ട് ഞാൻ നിങ്ങൾ പറഞ്ഞു പോന്നും പറഞ്ഞ് സച്ചി രേവതിയുടെ കയ്യിലും പിടിച്ച് അകത്തേക്ക് കയറിപ്പോവാണ്. അപ്പോഴേക്കും വർഷ സച്ചിയേട്ടാ എന്ന് വിളിക്കുന്നുണ്ട്. സച്ചി തിരിഞ്ഞു നോക്കാണ്. രേവതി ചേച്ചി എന്ന് രേവതിയെ വിളിക്കുന്നുണ്ട്. രണ്ടുപേരും തിരിഞ്ഞു വർഷത്തിന് നോക്കി നിൽക്കാണ്. വർഷ അപ്പോഴേക്കും ആ ബാഗ് അവിടെ വെച്ചിട്ട് നേരെ അവരിലേക്ക് പോകുന്നുണ്ട്. എന്താ മോളെ, എന്താ കാര്യം? അത് പിന്നെ എന്നോട് ക്ഷമിക്കണം. ക്ഷമിക്കണമെന്നോ? എന്തിന്? അപ്പോഴേക്ക് രേവതിയുടെ കാലത്തിരിക്കുകയാണ് വർഷ. മോളെ, വർഷ മോളെ എന്തേ കാണിക്കുന്നേ? മോൾ എഴുന്നേറ്റേ. ചന്ദ്രൻ ഓടി നിന്നിട്ട് ഐശ്വര്യ മോൾ എന്തേ കാണിക്കുന്നേ? ഇവളുടെ കാലെപ്പോയി മോള് വീഴുന്നോ? മോളുടെ സ്ഥാനം എന്താ? ഇവളുടെ സ്ഥാനം എന്താ? മോളെ എഴുന്നേക്ക് മോളെ, നാണം കെടുത്താതെ. അപ്പോഴേക്കും രേവതിയാളെ ആളെ പിടിച്ചു വെക്കുന്നുണ്ട്. എന്താ മോളെ ഇതൊക്കെ? എന്താ കാര്യം? ഞാൻ ഇതിനാ മോളോട് ക്ഷമിക്കുന്നേ. അമ്മ പറഞ്ഞ പോലെ എനിക്ക് ഈ വീട്ടിൽ വലിയ വിലയൊന്നും ഇല്ല, വിലയുള്ളത് നോക്കാം. അങ്ങനെയുള്ള മോള് എന്റെ കാലിൽ വീഴാനൊന്നും പാടില്ല. പറ, എന്താ പ്രശ്നം? അത് പിന്നെ ചേച്ചി എന്നോട് ക്ഷമിക്കണം, എന്നോട് മാത്രല്ല എന്റെ വീട്ടുകാരോടും. എന്താ മോളെ, മോളെ കാര്യം പറ. അത് പിന്നെ ചേച്ചി, അന്ന് ആ പ്രശ്നമൊക്കെ ഉണ്ടായില്ലേ താലികോർക്കൽ ചടങ്ങിനിടയില്? അന്ന് മനഃപൂർവ്വം എന്റെ അച്ഛനമ്മയും കൂടി എല്ലാം ചെയ്തത്. ശരിക്കും ആ മാല അവരിൽ നിന്ന് മാറ്റിയിട്ട് ചേച്ചിയുടെ പേരില് ചേച്ചിനെ കള്ളിയാക്കുമായിരുന്നു. ഇത് കേൾക്കാനും എല്ലാവരും ഞെട്ടി വിറച്ചു നിൽക്കാണ്. എന്താ നീ പറഞ്ഞത്? നിന്റെ അച്ഛനും അമ്മയാണെന്നോ സച്ചി ചോദിക്കുമ്പോ വർഷ പറയുന്നുണ്ട്. അത് സച്ചിയേട്ടാ, സച്ചിയേട്ടൻ ഇനി പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. അതിന്റെ പ്രതികാരമായിട്ട് സച്ചിയേട്ടൻ അവരെ അടിച്ചല്ലോ, അത് മതി. ദയവ് ചെയ്ത് ഇനി എന്നെ മനസ്സിൽ വെച്ചേക്കരുത്. അത് മാത്രമല്ല, അന്ന് എന്റെ അമ്മയച്ഛനും പ്ലാൻ ചെയ്ത ആൾക്കാർ തന്നെയാ സച്ചിയുടെ കൊണ്ട് മദ്യം കുടിപ്പിച്ചതും സച്ചിയുടെ പിന്നാലെ നടന്ന് സച്ചിയുടെ കൊണ്ട് ഓരം ചെയ്യിപ്പിക്കാൻ പ്രകോപിപ്പിച്ചതും ലാസ്റ്റ് അടിവരെ എത്തിയതും അങ്ങനെയാ. നിങ്ങളെ മനഃപൂർവ്വം അവർ ടാർഗറ്റ് ചെയ്യുമായിരുന്നു. അപ്പോഴേക്കും അച്ഛൻ ചോദിക്കാണ്, എന്തിനാ നിന്റെ അച്ഛനമ്മയും ഇതിനെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്തത്? അവിടെ വെച്ച് നിന്റെ അച്ഛൻ കുറെയൊക്കെ പറഞ്ഞു, എന്നെയും കുറെ അപമാനിച്ചു. അതെല്ലാം ഞാൻ കണ്ണുപടിച്ച് ഉണ്ടായിരിക്കായിരുന്നു, ഒരു പ്രശ്നം ഉണ്ടാക്കണമെന്ന് കരുതിയിട്ട്. ഇപ്പോഴാ മനസ്സിലായത് എല്ലാം കരുതിക്കൂട്ടിയായിരുന്നല്ലേ. അങ്ങനെ അവന്റെ അച്ഛൻ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുമ്പം അത് പിന്നെ വേറൊന്നും കൊണ്ടല്ല, എന്നെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയായിരുന്നു. ഞാനിവിടെ ജീവിക്കുന്നത് എന്റെ അച്ഛനമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല. നിങ്ങൾക്കറിയാലോ, ഞാൻ ഒറ്റ മോളാ. അതുകൊണ്ട് തന്നെ അവരുടെ കൂടെ തന്നെ ഞാൻ വേണമെന്നാണ് അവരുടെ ആഗ്രഹം. ശ്രീകാന്തിനെ കൂടി അങ്ങോട്ടാക്കാനായിരുന്നു അവരുടെ പ്ലാന്. എല്ലാം ഞാൻ തിരിച്ചറിഞ്ഞപ്പോ കുറച്ച് വൈകിപ്പോയി. അറിഞ്ഞപ്പോ തന്നെ അവരുടെ മുഖത്ത് നോക്കി ഞാൻ 4 വർത്താനം പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങിപ്പോന്ന് വെച്ചാ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ട് അച്ഛനും അമ്മയും കൈകൂപ്പുന്നുണ്ട്. അപ്പോഴേക്ക് അച്ഛൻ പറയാണ്, അത് കുഴപ്പമില്ല മോളെ, തെറ്റാരും അത് തെറ്റാണെന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലോ, അത് മതി. എനിക്കറിയാം രേവതി സച്ചി മനഃപൂർവ്വമായിട്ട് ഒന്നും ചെയ്യില്ലെന്ന്. അന്ന് സച്ചി ഒരുപാട് കൺട്രോൾ കൊണ്ടതും ഞാൻ കണ്ടതാ. പക്ഷെങ്കിൽ അവന്റെ ഭാര്യനെ കളിയാക്കിയ പിന്നെ അവൻ അടങ്ങിയിരിക്കാൻ പറ്റുമോ മോളെ? അതുകൊണ്ടാ അവൻ പ്രതികരിച്ചത്. അതെല്ലാം എനിക്കറിയാച്ച. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ചേച്ചിയും ചേട്ടനും എന്നോട് ക്ഷമിക്കണം. സ്വന്തം അനിയത്തെ പോലെ എന്നെ കാണണം. പിന്നെ എന്റെ അച്ഛനമ്മയെ ഞാൻ ചെയ്തു തന്നെ എന്നോടുള്ള സ്നേഹക്കൂടുതലുണ്ടാ. ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലാനായിട്ടാ, അവരുടെ കൂടെ ജീവിക്കാനായിട്ടാ. അപ്പോ അത് ആ സ്നേഹക്കൂടുകൊണ്ട് അവർ ചെയ്ത് പാപമൊന്നും അവർക്ക് തെറ്റായിട്ട് തോന്നിയില്ല. ദയവ് ചെയ്ത് അവരോട് ക്ഷമിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും രേവതി പറയാണ്, ഇല്ല മോളെ, എനിക്കൊരു ദേഷ്യമില്ല. മോളിങ്ങനെ ഏറ്റുപറയാൻ മോക്ക് മനസ്സ് വന്നല്ലോ, തിരികെ വരാൻ തോന്നിയല്ലോ, അത് തന്നെ മതി. അച്ഛനും അമ്മയാണ്, അവർ ഒരുപാട് വിഷമിപ്പിക്കണ്ട. അവര് മോളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അതിന്റെ തെളിവാ ഇതൊക്കെ. ആരെ എന്ത് ചെയ്തിട്ടാണെങ്കിലും മോളെ സുരക്ഷിതാക്കണമെന്ന അവർ ആഗ്രഹം. അത് മോളുടെ സ്നേഹക്കൂടുതലുണ്ടാ. അത് മോളെ മനസ്സിലാക്കിയാൽ മതി. ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ തന്നെ ഈ വീട്ടിലെ പുറമ്പോക്കുള്ള ഞാനും എന്റെ സച്ചിയേട്ടനും അവർ അങ്ങനെ ഇരുന്നാട്ടെ. ഇവിടുത്തെ അമ്മയ്ക്കും ബാക്കി എല്ലാവർക്കും നിങ്ങളാണ് ജീവൻ. അത് അങ്ങനെ ഇരിക്കണമെന്ന് പറഞ്ഞിട്ട് ഏഴ് സച്ചിയും കൂട്ടി അകത്തേക്ക് കരഞ്ഞോണ്ട് കയറി പോകുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്ര പറയാണ്, മോൾ എന്തിനാ മോളെ അവരോടൊക്കെ മാപ്പ് പറയാൻ പോന്നേ? നിന്റെ അച്ഛൻ ചെയ്തെങ്കിലേ ആ ഒരു കാര്യം ഉണ്ടായിട്ടില്ലേ? ദേ അപ്പോഴേക്കും രാജേന്ദ്രൻ പറയുന്നുണ്ട്. രവീന്ദ്രൻ പറയാണ്, ചന്ദ്രേ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ആ മോളുടെ മനസ്സ് കണ്ടില്ലേ എന്ത് ശുദ്ധമാണെന്ന് നോക്കേ. അതുകൊണ്ടല്ലേ വന്ന് നടന്ന സംഭവങ്ങൾ ഞാൻ പറഞ്ഞത്. വേറെ ഏത് പെൺകുട്ടിയാണെങ്കിലും വന്ന് പറയോ അവർ അച്ഛനമ്മയുടെ ഭാഗത്താണ് തെറ്റ്? ആ തെറ്റുകളെല്ലാം നേറ്റി പറഞ്ഞ് അവള് മാപ്പി വെച്ചു. അതാണ് ഒരു നല്ല മനസ്സിന് ഉടമ ചെയ്യേണ്ട കാര്യം. അത് മോള് ചെയ്തു. ഇവളെ നല്ല ഒന്നാമതൊരു പെൺകുട്ടിയാ, അതുകൊണ്ട് അവള് ചെയ്തത്. അല്ലാതെ നിന്നെ പോലെ മനസ്സ് മൊത്തം കരയായിട്ട് നടക്കുന്നവളല്ല. മനസ്സിലായല്ലോ? നീയല്ലേ അവള് ഗർഭിണി പോലും ആകല്ലേ, മൂത്ത മകളോ അല്ലെങ്കിൽ വർഷവും ഗർഭിണിയാണെന്ന് നടക്കുന്നവള്. അതുപോലെ മനസ്സിൽ കരകളവളാ നീ. നിനക്ക് ഇവിടെ പറയാനേ യാതൊരു യോഗ്യതയില്ല. വർഷങ്ങളെ ദേ എന്റെ പെണ്ണുപിള്ളേരോട് പറയല്ല, ഇവിടെ ഒരു കുളി നിന്റെ ജീവിതം നശിപ്പിക്കരുത്. ആ രേവതി ഉണ്ടല്ലോ,
അവളെ കണ്ട് പഠിച്ചാൽ മതി, നിനക്ക് നല്ലതേ വരുള്ളൂ എന്നും പറഞ്ഞിട്ട് രേവതി പെണ്ണിന് അകത്തേക്ക് പോകുന്നുണ്ട്. രേവതി ആണെങ്കിലോ റൂമിൽ പോയിട്ട് ഭയങ്കര കരച്ചിലടക്കൂട്ടോ. സച്ചി പറയുന്നുണ്ട്, ഓ എനിക്ക് അമ്മയെ സംശയം തോന്നിയതാ, നീ ഓർക്കുന്നുണ്ടോ എത്ര പ്രാവശ്യം ഓർത്തു വന്ന് എന്നെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്തത്, എന്റെ കാലിൽ ചവിട്ടുകയും എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കിയതാ. രേവതി പറയുന്നുണ്ട്, സാറില്ല സച്ചേട്ടാ, ആ കുട്ടിക്ക് എല്ലാം ഒന്ന് ഏറ്റുപറയാൻ തോന്നിയല്ലോ, അവർ അച്ഛനമ്മയാണെന്ന് പറയാൻ തോന്നിയല്ലോ, അതുകൊണ്ട് നല്ല കാര്യം. സച്ചേട്ടന്റെ ഭാഗത്ത് എത്തിയെന്നുള്ള കാര്യം അച്ഛനമ്മയ്ക്ക് എനിക്ക് മനസ്സിലായല്ലോ, എനിക്ക് അത് മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതിന്റെ ബാക്കി സ്റ്റോറിയിൽ കാണാൻ താല്പര്യമുള്ളവരുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.